ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ആൻസർ കീയാണ് നോക്കുന്നത്. വിവേകോദയത്തിൻ്റെ സ്ഥാപകനാര്? കുമാരനാശാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം 338B. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? പുന്നപ്ര വയലാർ സമരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1886 നടന്നത്? വെല്ലൂർ കലാപം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G. ശങ്കരക്കുറുപ്പ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 21A. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം UK, യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിൽ അധികാരപരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ക്രമസമാധാനം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? മറാത്തി ഭാഷയിൽ. ഐക്യകേരള പ്രതിജ്ഞ എഴുതിയത് NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? റഷ്യ. താഴെ പറയുന്നതിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു? 1 തവണ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾപ്പെടാത്തത് മൈസൂർ. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിശാഖപട്ടണം. തന്നിട്ടുള്ള പ്രസ്താവനകൾ 4ാം പഞ്ചവത്സര പദ്ധതി സംബന്ധിച്ച് ശരിയായവ 1, 3, 4. 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. മഹൽനോബിസ്, അത് തെറ്റാണ്. ഗാഡ്ഗിൽ മോഡൽ പദ്ധതി നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഈ കാലഘട്ടത്തിലാണ്. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണം. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ ചേരാത്ത ജോഡി എഴുതുക. ഷോളയാർ, പാലക്കാട്. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത്? ആറളം. വരയാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങൾ നൽകിയിരുന്നു. അത് തെറ്റായത്. ഛത്തീസ്ഗഡിൻ്റെ ഭൂപേഷ് ബാഗലുള്ള വിഷ്ണുവാണ്. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഇറാൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ? ഒഡീഷ. താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ 3, 5 ആണ്. ഗുജറാത്തും മധ്യപ്രദേശും. താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ആരവല്ലി പർവ്വതനിരയുമായി ബന്ധമില്ലാത്തത്? ഡൂൺ താഴ്വകൾ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിരകളിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം വടക്കൻ സിർക്കാസ് തീരം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ 1, 2, 5. ബേപ്പൂർ കോഴിക്കോട്, മുനമ്പം എറണാകുളം, അഴീക്കൽ കൊല്ലം. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M. ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്ലറ്റിക്സ്. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ ആണ് രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. UN സെക്രട്ടറി ജനറൽ ആണിത്. ഓപ്ഷൻ സി. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ 1ഉം 2ഉം. കണ്ണൂരും കാസർഗോഡും. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം 78. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് അഷ്ടമുടി കായൽ. ബാക്കിയെല്ലാം ശുദ്ധജല തടാകങ്ങളാണ്. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലിൽ വന്ന് ചേരുന്നത്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി പാരീസ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ്ണ ജയന്തി ഷഹരി റോസ്കർ യോജന. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയത് അല്ലു അർജുൻ. ആഹാരം നന്നായി ചവച്ചരിച്ച് കഴിക്കണമെന്ന് പറയുന്നത് ദഹനം സുഗമമാക്കാൻ. ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേര് ആദിത്യ L1. ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീച ഭരണമെന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. ആപ്പിൾ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ
2 തെറ്റ് 4 ശരി. മലമുഴക്കി വേഴാമ്പൽ അല്ല, ക്വാഗെ ശരിയാണ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏതാണ്? അപര്യാപ്തത രോഗങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടന 2023 ചെറുധാന്യ വർഷമായി ആചരിച്ചു. താഴെ തന്നിരിക്കുന്ന സങ്കരയിന നെല്ലിനങ്ങൾ: പവിത്ര, അന്നപൂർണ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനാവശ്യമുള്ള കാൽസ്യം, ഫോസ്ഫറസ്. ഓപ്ഷൻ എ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് 4 മാത്രം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ്. അത് തെറ്റായത്. ശരിയല്ലാത്തവ. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ 1ഉം 4ഉം. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ച ഹെൻറി കാവൻഡിഷ്. സൂര്യനിലെ നക്ഷത്രങ്ങളിലെ മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നത് ശരിയല്ലാത്ത ജോഡി. സിങ്ക്, ഗലീന. അത് തെറ്റാണ്. എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിൻ്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം 3. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേണ്ടി, ലൂയിസ് ഇ ബ്രൗസ്, അലക്സി കുമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ട്സ്. ഒരു വസ്തുവിൻ്റെ അതിൻ്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നതിൽ എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? 2ഉം 3ഉം. മാസിനെയും പ്രവേഗത്തെയും. ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. വൈറ്റമിനുകളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനയിൽ ശരിയല്ലാത്തത് വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അത് തെറ്റാണ്. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലെയുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ: ചുറ്റുപാടിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്, കൊതുകുവല ഉപായങ്ങൾ സ്വീകരിക്കുക. 2023 ഓഗസ്റ്റിൽ EG51 ERIS എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. ജലജന്യ കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗം മന്തും മലമ്പനിയും. ഓപ്ഷൻ ഡി. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ. ഹൃദയം. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ആസാം. ഈ ക്വസ്റ്റ്യനിൽ എല്ലാം തെറ്റാണ്. ശരിയായതൊന്നുമില്ല. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകൾ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. 1ഉം 2ഉം ശരി. ഭക്ഷണശീലത്തിൽ നിന്ന് വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകുന്ന പ്രസ്താവന ശരിയല്ലാത്തത്. വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകാവുന്നവയാണ്. അത് തെറ്റാണ്. വാക്സിനുകൾ അല്ലാതെയും ഓറലായിട്ടൊക്കെ നൽകാറുണ്ട്. 78 വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ്. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവന ശരിയായവ 1ഉം 3ഉം ശരി. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം സ്റ്റെതസ്കോപ്പ്. മാത്സിൻ്റെത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.